ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. എന്താ വിശേഷങ്ങള്? ഗുഡ് മോർണിംഗ്, നമസ്കാരം എവരിബഡി. എന്താ വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖല്ലേ? ഞാനിപ്പോൾ ഉള്ളത് ദുബൈയില് വാസൽ വില്ലേജിലാണ്. അപ്പൊ പലോർക്കും ഇപ്പൊ കുറച്ച് ദിവസമായിട്ടൊരു സംശയം, എന്താ ഇപ്പൊ നിസാർക്കാക്ക് പറ്റിയത്? കിളി പോയോ അതോ പൂമ്പാറ്റ പോയോ? എന്താ ഇപ്പൊ നിസാർക്ക് നേരം വിളിക്കുമ്പോ തന്നെ ഒരു സ്റ്റാറ്റസ് ഒക്കെ ഇട്ട് ഇങ്ങനെ കുറച്ച് ദിവസമല്ലേ തുടങ്ങിയിട്ട് നാട്ടിൽ പോയതിനു ശേഷം എന്താണുള്ള പരിപാടി, എന്താണ് എന്നുള്ളൊരു സംശയം ഇങ്ങനെ വരികയാണ്. ആൾക്കാരിങ്ങനെ വിളിക്കാൻ, നിസാർക്ക എന്ത് പറ്റി? ഞാൻ പറഞ്ഞു, മോനെ നിസാർക്കൊന്നും പറ്റിയിട്ടില്ല. അല്ല, നിങ്ങളിങ്ങനെ സ്റ്റാറ്റസ് ഒക്കെ ആയിട്ട് നേരം വിളിക്കുമ്പോ തന്നെ. അപ്പൊ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ എന്താണ്? ജീവിതത്തിൽ നമ്മൾ ജീവിച്ചിങ്ങനെ പോകുമ്പോൾ ഓരോരോ ദൗത്യങ്ങളുണ്ട്. നമ്മൾ നേരം വിളിക്കണു, ഭക്ഷണം കഴിക്കണു, ജോലിക്ക് പോകണു, പിന്നെ വീണ്ടും വരുന്നു, രാത്രി കടന്നുറങ്ങണു. അതല്ല, ജീവിതത്തിൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാനുണ്ട്. അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു അപ്ഡേഷനുകളാണ്. അല്ലാതെ നിസാർക്കാക്ക് കിളി പോയിട്ടോ പൂമ്പാറ്റ പോയിട്ടോ അല്ല. അത് നിങ്ങളാരും പേടിക്കണ്ട. തൽക്കാലം ഇപ്പൊ കിളി പോയിട്ടില്ല, പോകാനുള്ള ഉദ്ദേശമല്ല. അപ്പൊ അതൊക്കെ ഇങ്ങനെ ജനങ്ങളെ പറഞ്ഞ് ഉത്ബോധിപ്പിക്കുക, അത്രയുള്ള ദൗത്യങ്ങൾ. അല്ലാതെ പിന്നെ മറ്റുള്ള രീതിയിലൊന്നും വ്യാഖ്യാനിക്കേണ്ടതില്ല. ഒക്കെ എൻ്റെ കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളും ബിസിനസ്സും കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായി പൂർണ്ണ ഉത്തരവാദിത്തത്തോടു കൂടിയിട്ട് നടന്നു പോകുന്നുണ്ട്. അതിലൊന്നും യാതൊരു ഡൗട്ടുമില്ല. ഓക്കെ, അപ്പൊ ഇന്നത്തെ വിഷയം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇതന്നെയാണ് ഇന്നത്തെ വിഷയം. എന്ത്, നിസാർക്കാക്ക് എന്തേലും പറ്റിയോ എന്ന്. അപ്പൊ തൽക്കാലം മക്കളെ ഒന്നും പറ്റിയിട്ടില്ല. ഒക്കെ അൽഹംദുലില്ലാ റാഹത്താണ്, സേഫാണ്, അൽഹംദുലില്ലാ. അപ്പൊ എല്ലാവർക്കും അപ്പൊ ആൾക്കാരിങ്ങനെ ചോദിക്കും, എന്താ സുഖം തന്നെ അല്ലേ? നേരം വെക്കുമ്പോൾ ചോദിച്ചാൽ സുഖം തന്നെ അല്ലേ? അതെ, സുഖം ഉണ്ടാവും. എല്ലാവർക്കും സുഖമല്ലേ എന്ന് ചോദിക്കുന്നത് ഒരു നല്ല വാക്കല്ല. അല്ലാതെ വേറെ വേടായിട്ടൊന്നും ഇല്ല എന്നാണ് എൻ്റെ അനുമാനം. അപ്പൊ നിങ്ങൾ ആർക്കെങ്കിലും അങ്ങനെ എന്തെങ്കിലും കമന്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിസാർക്കാനെ കോണ്ടാക്ട് ചെയ്യുക. ഒരു പേടിയും പേടിക്കണ്ട. ഓക്കെ, എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുകയാണ്. താങ്ക് യു.